ശ്രീ കെന്നഡി കരിമ്പിൻകാല, ഈ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി കെ ടി ജലീലിനുമെതിരെ ശക്തമായി രംഗത്തെത്തുകയാണ് KCBC. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശ്രീ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീലിന് മുമ്പും ഇത്തരം എന്താ പറയുക ഒരു വർഗീയ സ്വഭാവത്തോടു കൂടി ഇതിനു മുമ്പ് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സജി ചെറിയാനെ സംബന്ധിച്ചോളം എനിക്കറിയില്ല. കാരണം ഒന്നാം തരം രാഷ്ട്രീയ കേഡർ സംവിധാനത്തിൽ വളർന്നു വന്ന ആളാണ് അദ്ദേഹം. CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുതലായിരുന്ന ഇത്രയും പരിചയസമ്പന്നനായ ഒരാൾ ഇത്തരം വികട സൂചിതാവിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയാം. ഇതിനു മുമ്പ് സ്വന്തം പണി വെള്ളത്തിലായതെന്ന് നമുക്കറിയാം. നാവിന്റെ വില കൊണ്ടാണല്ലോ ഇതിനു മുമ്പ് ഒന്ന് പണി പുറത്തു പോയത്. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അന്ന് വ്യക്തിപരമായ നഷ്ടമാണെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ആകെ നഷ്ടമുണ്ടാകത്തക്ക രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ നാവ് വളർന്നു എന്ന് വേണം കാണാൻ. ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരിഹാസം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാകാത്ത തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തെ ആകെ മുൾമുനയിൽ നിർത്തുന്ന, ഭീതിയിൽ നിർത്തുന്ന ഒരു സംഭവം അങ്ങ് മണിപ്പൂരിൽ നടക്കുന്നുണ്ടല്ലോ. ആ സംഭവം എന്തുകൊണ്ട്, ആ വിഷയം എന്തുകൊണ്ട് ഉയർത്തിയില്ല എന്നല്ലേ ചോദ്യം? അല്ല, മണിപ്പൂരിൽ നമ്മൾ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ബിഷപ്പുമാരും എല്ലാവരും നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് അവിടെ അത്തരം കാര്യങ്ങൾക്ക് അറിവുണ്ടാവണം എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റിന് തന്നെ ഞങ്ങൾ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യാമെന്ന് സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായും. പിന്നെ മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടെന്ന് കേൾക്കുന്നവർക്കെല്ലാം വ്യക്തമാവുമല്ലോ. വളരെ വ്യക്തമല്ലേ? കാരണം മണിപ്പൂരിൽ എന്തോ ഒരു മനുഷ്യനും ഒന്നിന്റെയും പേരിൽ മരിച്ചു വീഴരുത്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ടാണ് അവിടെ മണിപ്പൂരെന്നോ കേരളമെന്നോ എന്നൊന്നും വ്യത്യാസം കാണരുത്. മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അതിങ്ങനെ എടുത്തു പറയുന്നത്. അല്ല, ഇവിടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. സജി ചെറിയാനും കെ ടി ജലീലും ഒക്കെ ആ വിഷയത്തിന്റെ പേരിലാണല്ലോ KCBC-യെ വിമർശിച്ചത്. അപ്പൊ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അല്ല, അവർ ഞാൻ പറഞ്ഞല്ലോ, അവരൊന്നും ഈ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെയൊക്കെ ഉദ്ദേശശുദ്ധി ജനങ്ങൾക്ക് നന്നായി അറിയാം. കാരണം ഇവര് പറയുന്നത് സത്യവിരുദ്ധമാണ്. ഇവര് പറയുന്നത് മെയ്ദികൾക്ക് പിന്നിൽ RSS-ഓ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പിന്തുണയോ ഉണ്ട്. ആ ബലത്തിലാണ് കുക്കികളെ അവിടെ ആക്രമിക്കുന്നതെന്നാണ്. അത് ശുദ്ധമായ കളവും തെറ്റുമാണ്. കാരണം മെയ്ദികളാണ് പട്ടാള ക്യാമ്പുകൾ ആക്രമിക്കുന്നത്. മെയ്ദികളാണ് സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നത്. അല്ല, അപ്പോ ഈ കെന്നഡി കരിമ്പിൻകാല പറയുന്ന അതേ തരത്തിൽ തന്നെയാണോ KCBC-യും അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ നമ്മൾ കണ്ടല്ലോ, ഈ മധ്യ ഇന്ത്യയിലൊക്കെ തന്നെ ഈ പിന്നെ സന്യാസിനിമാർക്ക്, ഈ സിസ്റ്റർമാർക്കും ഒക്കെ എതിരെയുള്ള ആക്രമണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വിഷയത്തിലൊന്നും ഒരു സങ്കടവും സങ്കോചവും ഇല്ല എന്നാണോ? അതാത് സമയങ്ങളിൽ നമുക്ക് ആ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെതായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്നും ആ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിമർശനം. അപ്പൊ അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണോ കെന്നഡി കരിമ്പിൻകാല? എന്താ സംശയം? അത് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാണെന്ന് ഇവർ കരുതരുത്. ഇവര് പറയുന്നത് കേട്ട ഉടനെ തന്നെ ഇവര് രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറയുന്ന ആളുകളുടെ മുഴുവൻ രോമം എഴുന്നേറ്റ് നിൽക്കുമെന്നും അവരെ പുറകിലാകുമെന്നൊക്കെ ഇവർ കരുതുന്നെങ്കിൽ ഇവർ അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന ആളുകളൊന്നും അല്ല ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും പഠനവും ഉള്ളവരാണ്, വായനയുള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇവര് പറഞ്ഞിട്ട് വേണ്ട മനസ്സിലാക്കാൻ. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ അറിയാം. പ്രത്യേകിച്ച് ജലീലിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ അറിയില്ലോ ജലീൽ ആരാണെന്ന്. അപ്പൊ ക്ലീശയായ ഒരു കാര്യമാണെങ്കിലും മുൻ സിനി പ്രവർത്തകന്റെ വായിൽ നിന്ന് ഇതല്ലാതെ വേറെ എന്ത് പ്രതീക്ഷിക്കണം? നമ്മളതിനെ അങ്ങനെ പറയരുത് ശ്രീ കെന്നഡി കരിമ്പിൻകാല. എന്തായാലും താങ്കളോട് ചോദിച്ചത് ഈ KCBC-യുടെ ഇപ്പോഴത്തെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. പ്രദീപ് ജോസഫിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകുന്നു. പ്രദീപ്, ഇതിപ്പോ ഈ കെന്നഡി കരിമ്പിൻകാല പറഞ്ഞു വെച്ചത് കേട്ടല്ലോ. മണിപ്പൂർ വിഷയത്തെ ഈ രീതിയിലൊക്കെയാണ് ഈ കെന്നഡി കരിമ്പിൻകാലയെ പോലുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. KCBC-യും അതേ തരത്തിലാണോ? അപ്പോൾ KCBC-യെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം എന്തുകൊണ്ട് അവിടെ ഉയർത്തിയില്ല? എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത് ഈ വിഷയം ഉയർത്തിയില്ല എന്നൊരു ചോദ്യം പരിഹാസ രൂപേണ സജി ചെറിയാനും കെ ടി ജലീലും ചോദിച്ചപ്പോൾ കൊണ്ടതെന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് KCBC-യുടെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കിയത്. ഒന്ന്, ഈ ഒരു വിരുന്നിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ ഇടയായപ്പോൾ
ഇത്തരം കാര്യം മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് പറഞ്ഞില്ല എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് KCBC വക്താവ് ചോദിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു എന്ന വാർത്തകൾ വന്നില്ലായിരിക്കാം, മാധ്യമങ്ങളിൽ അക്കാര്യം വന്നില്ലായിരിക്കാം. പക്ഷേ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് മണിപ്പൂർ വിഷയം സംസാരിച്ചില്ല എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് KCBC ചോദിക്കുന്നു. അതേസമയം മറ്റൊരു വാദവും കൂടി KCBC ഉയർത്തുന്നുണ്ട്. ഇത്തരം പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടാണ് ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തത്. പ്രധാനമന്ത്രി ക്ഷണിച്ച ഒരു ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ഉന്നയിക്കേണ്ട വിഷയമാണോ മണിപ്പൂർ എന്നുള്ള ചോദ്യവും KCBC തന്നെ ഉയർത്തുന്നു. അതായത് മറ്റു സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ഒരു വിരുന്നിന് വിളിച്ചിട്ട് ചെല്ലുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല, അല്ലെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിൽ സംസാരിക്കേണ്ട കാര്യമല്ല മണിപ്പൂർ വിഷയം പോലുള്ള ഒന്ന് എന്നാണ് KCBC തന്നെ പറയുന്നത്. ഇത്തരം രണ്ട് വ്യാഖ്യാനങ്ങളാണ് അവർ നൽകുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.